ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങളുടെ കുട്ടിയും ഇതുപോലെ കരഞ്ഞിട്ട് ശ്വാസം പിടിച്ച് വെക്കാറുണ്ടോ? ഇതിനാണ് ബ്രത്ത് ഹോൾഡിംഗ് സ്പെല്ല് എന്ന് പറയാം. ഈ ചെറിയ കുഞ്ഞുങ്ങൾ അവർക്ക് വേദന വരുന്ന സമയത്ത്, അല്ലെങ്കിൽ വാക്സിനേഷൻ കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ദേഷ്യവും വാശിയൊക്കെ പിടിച്ചിട്ട് കരയുന്ന സമയത്ത് അവർ ശ്വാസം പിടിച്ചു വെക്കും. ചിലപ്പോൾ അവരുടെ ഫേസിൽ, അതായത് ലിപ്സിൽ, ടങ്ങിലൊക്കെ ചെറിയൊരു നീല കളറും വരാം. ഇതാണ് ബ്രത്ത് ഹോൾഡിംഗ് സ്പെല്ല് എന്ന് പറയാം. അപ്പൊ ഈ ബ്രത്ത് ഹോൾഡിംഗ് സ്പെല്ല് വരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒന്നാമതായിട്ട് നമ്മൾ പാനിക് ആവാണ്ടിരിക്കാം. ഈ ബ്രത്ത് ഹോൾഡിംഗ് സ്പെല്ല് കാണുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് തോന്നുമെങ്കിലും ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഇത് അത്ര ഹാംഫുൾ അല്ല. ഒരു 1-2 മിനിറ്റിന് ശേഷം കുഞ്ഞുങ്ങൾ നോർമൽ ആയിട്ട് വരാറുണ്ട്. രണ്ടാമതായിട്ട് കുഞ്ഞുങ്ങളെ ഒരു ഫ്ലാറ്റ് പ്രതലത്തിൽ കിടത്തുക. ഈ ബ്രത്ത് ഹോൾഡിംഗ് സ്പെല്ല് വരുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ബ്രെയിനിലോട്ടുള്ള ഓക്സിജൻ സപ്ലൈ കൂട്ടാൻ ഇത് സഹായിക്കും. മൂന്നാമതായിട്ട് കുഞ്ഞുങ്ങളെ ഒരു സൈഡിലോട്ട് ചെരിച്ച് കിടത്തണം. അവരുടെ എന്തെങ്കിലും സെക്രീഷൻസ് ശ്വാസനാളത്തിൽ പോയിട്ട് ആസ്പിറേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഇത് കുറയ്ക്കും. നാലാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ബ്രത്ത് ഹോൾഡിംഗ് സ്പെല്ല് വരുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ ശക്തിയായിട്ട് പിടിച്ച് കുടിക്കാനോ ആ സമയത്ത് വെള്ളം കൊടുക്കാനോ നമ്മൾ ശ്രമിക്കരുത്. അഞ്ചാമതായിട്ട് നമ്മൾ ഒരു പീഡിയാട്രീഷ്യനെ കാണിച്ചിട്ട് കുഞ്ഞിന് രക്തക്കുറവ് ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കണം. ഈ രക്തക്കുറവുള്ള കുട്ടികളിൽ ബ്രത്ത് ഹോൾഡിംഗ് സ്പെല്ല് കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ അയൺ സിറപ്പ് കൊടുക്കുന്നത് അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവരിലോട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.